ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഏകദേശം ഒരു 200 നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, നോക്കാം പറ്റുന്ന പോലെ ചെയ്യാം. അതെന്താണ്? ബിറ്റ് എന്ന് പറയുന്നത് സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ. എന്താണ്? ബിറ്റാണ് ഫസ്റ്റ്. ബിറ്റ് ഈസ് ദി സ്മാളസ്റ്റ് യൂണിറ്റ് ഇൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട്. യൂണിറ്റ് ഓഫ് ഡാറ്റയാണ്. അതുപോലെ തന്നെ ബൈറ്റിനെ കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ബൈറ്റ് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ആണ്, ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഇൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി അല്ലേ? ബിറ്റ് എന്ന് പറയുന്നത് സ്മാളസ്റ്റ് യൂണിറ്റ് ആണ്, അപ്പോൾ ഓൺലി എ ആണ്. ഓക്കെ, അടുത്തത് ഒരു പ്രോഗ്രാമാണ് തന്നിട്ടുള്ളത്. പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കുക. പ്രോഗ്രാമിൽ മെയിൻ ഇൻറ്റ് കേളി ബ്രാക്കറ്റ് തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഇൻറ്റ് A, B ഉണ്ട്. വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് ഇഫ് A ഈക്വൽ ടു 0, അതാണ് കേട്ടോ. ഇഫ് A ഈക്വൽ ടു 0 ആണ് ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് ഹായ് അല്ലെങ്കിൽ എൽസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻറ്റ് ഹലോ. ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ഹായ് ഹലോ കംപ്ലീഷൻ എറർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ A ഈക്വൽ ടു 0 ആണ്. രണ്ട് സാധനം ഈക്വൽ ടു ഉണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഉണ്ട്, ഈക്വൽ ടു ഉണ്ടല്ലോ. അപ്പോൾ എയിലേക്ക് 0 സ്റ്റോർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കേസിൽ അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു സാധനം വർക്ക് ചെയ്യില്ല. എന്ത് പ്രിൻ്റ് ചെയ്യുള്ളൂ? ഹെലോയാണ് പ്രിൻ്റ് ആവുക. എന്താ പ്രിൻ്റ് ആവുക? ഹെലോയാണ് പ്രിൻ്റ് ആവുക. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഹെലോയാണ് പ്രിൻ്റ് ആവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇറേഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ്. എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? ഡീബഗ്ഗിങ് വഴിയാണ്. ഓക്കെ, അടുത്തത് ഐട്രേഷൻ ഇൻ ദി സി ലാംഗ്വേജ്. ഏതൊക്കെ ഐട്രേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫോർ പഠിച്ചിട്ടുണ്ട്, വൈൽ പഠിച്ചിട്ടുണ്ട്, ഡു വൈൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഐട്രേഷൻസ് ആണ്. വീണ്ടും പ്രോഗ്രാം തന്നിട്ട് ഔട്ട്പുട്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പ്രോഗ്രാം പറയണത്? 2 വേരിയബിൾ എക്സ് ഈക്വൽ ടു 5, എക്സിൻ്റെ വാല്യൂ 5 ആണ്. വൈ ഈക്വൽ ടു 6, വൈൻ്റെ വാല്യൂ 6 ആണ്. ഒരു സെഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 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 വൈ പ്ലസ് പ്ലസ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഉണ്ട്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് പ്ലസും ഉണ്ട്, പ്ലസ് പ്ലസ് എക്സും ഉണ്ട് അല്ലേ? ഇവിടെ എന്താ? ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? ഇൻക്രിമെൻറ്റ് ചെയ്യുള്ളൂ. പ്ലസ് പ്ലസ് എക്സ് ആണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും എക്സിൻ്റെ വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് പ്ലസ്, അപ്പോൾ എക്സിന് എന്തായിരുന്നു മുന്നുള്ള വാല്യൂ, പ്രീവിയസ് വാല്യൂ എന്തോ അതേ എടുക്കുള്ളൂ. വൈ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ വൈക്ക് എന്തായിരുന്നു പ്രീവിയസ് ഉണ്ടായിരുന്നത്, അതേ ഫസ്റ്റ് ഇറ്ററേഷനിൽ എടുക്കുള്ളൂ. അടുത്തത് തൊട്ട് എന്ത് ചെയ്യും? ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യും. എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ എന്താ? 5 ആണ്. വൈൻ്റെ ആദ്യത്തെ വാല്യൂ 6 ആണ്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് 5 പ്ലസ് 6 ആണ്. അത് അപ്ഡേറ്റ് ആയിട്ടില്ല. എക്സ് പ്ലസ് പ്ലസ് എന്ന് എഴുതിയാൽ കൂടി ഈ 5 എന്തായിട്ടില്ല? അപ്ഡേറ്റ് ആയിട്ടില്ല. അടുത്ത തൊട്ട് എന്താവും? ഈ 5 എന്ന് പറയുന്നത് 6 ആവും, 6 എന്ന് പറയുന്നത് 7 ആവും. കറൻ്റിൽ എന്താ? സെഡ് ഈക്വൽ ടു 5 പ്ലസ് 6 എന്ത് വരും? 11 വരും. ക്ലിയർ? ഓക്കെ, ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഔട്ട്സൈഡ് ദ വേൾഡ്. ഔട്ട്സൈഡ് വേൾഡിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ്. ദ ബൈനറി നമ്പർ 1101 ഈസ് ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്പർ? ഏതാ? 1101. അപ്പോൾ എന്ത് വരും? 1 2 4 8 8 4 12 13. 13ൻ്റെ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താ? 10 11 12 13. 10 എന്ന് പറയുമ്പോൾ എ, 11 എന്ന് പറയുമ്പോൾ ബി, 12 എന്ന് പറയുമ്പോൾ സി, 13 എന്ന് പറയുമ്പോൾ ഡി. ക്ലിയർ?
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബൈനറി ഇക്വാലൻ്റ് ഓഫ് ദി ഡെസിമൽ നമ്പർ 9. 9ൻ്റെ ബൈനറി ഇക്വാലൻ്റ് ഏതാ? ഇതല്ലേ വരിക അല്ലേ? 1 0 0 1. അപ്പോൾ ഇങ്ങനെ ഒരു 1 2 4 8. 8 + 1 എന്താണ്? 9 ആണ്. ക്ലിയർ. അടുത്തത്, ഇഫ് ഓൾ ദി ഇൻപുട്ട് ഓഫ് എ സിഗ്നൽ ആർ 1, ഔട്ട്പുട്ട് ഓഫ് ആൻഡ്. ഓക്കെ, ആൻഡ് കേസിൻ്റെ കേസിൽ എന്താ? ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട് അല്ലേ? ഓറിൽ എന്താ? 1 or 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് എന്തായാൽ മതി? ട്രൂ ആയാൽ മതി. ഇനി നോട്ടാണെങ്കിൽ 1 നോട്ടാണെങ്കിൽ എന്ത് വരും? എന്താണോ കൊടുത്തിട്ട് അതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യാനാണ് നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ കൊടുത്ത ഇൻപുട്ട് ഇവിടെ ആൻഡിൻ്റെ കേസിൽ എന്താ? ആൻഡിൻ്റെ കേസിൽ എന്താ പറയുന്നത്? ബോത്ത് സൈഡ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇൻപുട്ട് എന്താവുള്ളൂ? ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൾ ദി സിംഗിൾ ഇൻപുട്ട്, എല്ലാ ഇൻപുട്ടും എന്താണ്? സിഗ്നൽ ഇൻപുട്ടുകൾ എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആൾവേസ് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ദി അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് യൂസിങ് റിപ്പീറ്റഡ്. മൂന്നാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അത് ALU ആണ്, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഇനി ചോദിച്ചിട്ടുണ്ട്, ഗേറ്റ് വിച്ച് ഈസ് യൂസ് ടു റിവേഴ്സ് ദ ഔട്ട്പുട്ട്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഏതാണ് റിവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? 0നെ 1 ആക്കാനോ അല്ലെങ്കിൽ 1നെ 0 ആക്കാനും ഉപയോഗിക്കുന്നത് എന്താ? ട്രൂവിനെ ഫാൾസ് ആക്കാനും ഫാൾസിനെ ട്രൂ ആക്കാനും ഉപയോഗിക്കുന്നത് നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ തന്നെ അതോടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒപ്പം പഠിച്ചു പോവാം. ക്ലിയർ. ബൂളിയൻ ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റ് യൂസിങ് എന്താ ഇങ്ങനെ വരയ്ക്കുന്നതിന് ടേബിളിന് എന്താ പറയുക? ട്രൂത്ത് ടേബിൾ. ഇത് ഈ സാധനം തന്നെ എന്താ നമ്മൾ കളിക്കും? AB 2 ഓപ്പറൻറ്റ് പഠിക്കും, ഇൻപുട്ടുകൾ വരയ്ക്കും. ഏത്? 1 1 0 1 1 0 0 0 പഠിച്ചില്ലേ? ഓരോ ഗേറ്റിനകത്തൂടെയും പോകുമ്പോൾ ആ ബൂളിയൻ ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ നമ്മൾ എഴുതുന്ന ടേബിളിനാൽ വരയ്ക്കുന്ന ടേബിളിന് പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. കോംപ്ലിമെൻ്റ് ഓഫ് XY Z ചോദിച്ചത് ഏതാ? X' + Y' + Z' ആണ്. ഓക്കെ, ദ ടേം പ്രൊഡക്റ്റ് ഓഫ് സം, POS ആർ നോൺ ആസ് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത് മാക്സിമം ടേമാണ്, മാക്സിമം ടേമിനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ദ മിനിമം നമ്പർ ഓഫ് ടേം ഇൻ ആൻ എക്സ്പാൻഷൻ കംപ്രൈസസ് ഓഫ് n വേരിയബിൾ. മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ 2n ആയിരിക്കും. ക്യാഷ് മെമ്മറി ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സ്റ്റാറ്റിക് റാം ആണ്. ക്യാഷ് മെമ്മറി എന്താണ്? സ്റ്റാറ്റിക് റാം ഉപയോഗിച്ചിട്ടാണ്. ദ ഔട്ട്പുട്ട് ഓഫ് ദി കമ്പൈലർ മെഷീൻ, ഔട്ട്പുട്ട് ഓഫ് കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ കോഡാണ്. കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെഷീൻ കോഡാണ്. STRRRV അതെന്താ സാധനം? എന്താ? STRREV ആണ്. അപ്പോൾ എന്ത് വരും? STRREV ആണ്. അതെന്താണ്? സ്ട്രിങ് റിവേഴ്സ് ആണ്. എന്താണ്? സ്ട്രിങ് റിവേഴ്സ് ആണ്. ഈ ഫംഗ്ഷനത്തിന് ഉപയോഗിക്കുന്നത് റിവേഴ്സ് എ സ്ട്രിങ്, റിവേഴ്സ് ദി ഗിവൺ സ്ട്രിങ്. STRREV കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ട്രാൻസിറ്റീവ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഈസ് എലിമിനേറ്റഡ് ഇൻ. 1NF ഉണ്ട്, നോർമൽ ഫോമുകളാണ് പറയുന്നത്. എന്താണ്? നോർമൽ ഫോംസ്. 1NF 2NF 3NF. ഓക്കെ, അതിൽ ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താ? ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അത് വരുന്നത് 3NF ആണ്. എലിമിനേറ്റ്സ് ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക, 1NF എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കോളം ആൻഡ് മൾട്ടി വാല്യൂ. ഇതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനാണ് 1NF ഉപയോഗിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റും മൾട്ടി വാല്യൂ. അതുപോലെ തന്നെ പാർഷ്യൽ ഫംഗ്ഷൻ എന്ന് കണ്ടാൽ, പാർഷ്യൽ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഏത് നോർമൽ ഫോമാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് സെക്കൻഡ് നോർമൽ ഫോമാണ്. ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് പാർഷ്യലാണ്, തേർഡ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യം പഠിക്കുക. ഓക്കെ. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, വിച്ച് ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേറ്റ് ലിഫോ എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അഗെയിൻ ഈ ക്വസ്റ്റ്യൻ കുറേ റിപ്പീറ്റ് ചെയ്തതാണ്. വാട്ട് ഈസ് ദ വോസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ചിൻ്റെ വോസ്റ്റ് കേസ്? നമ്മൾ ബെസ്റ്റ് കേസ് നോക്കിയിട്ടുണ്ട്, വോസ്റ്റ് കേസാണ് അവിടെ ചെയ്തത്. O log n ആണ് കേട്ടോ. ഓക്കെ. വിച്ച് SQL ക്ലോസ് ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ റെക്കോർഡ് ബേസ്ഡ് ഓൺ എന്താണ്? കണ്ടീഷൻ അപ്ലൈഡ് ടു എ ഗ്രൂപ്പ്. ഏതാ? ഹാവിങ് ആണ്.
ഹാവിങ് ആണ്, ഗ്രൂപ്പ് ബൈ അല്ല, ഹാവിങ് ആണ്. വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഔട്ട്പുട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കണം, ഔട്ട്പുട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വീണ്ടും ഇൻക്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് സ്ട്രിങ്, അവിടെ ഒന്നും കുഴപ്പമില്ല. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 എന്നുണ്ട്, ഇൻറ്റ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് മൈനസ് ആണ്. അങ്ങനെയുള്ള ഔട്ട്പുട്ട് എക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പ്ലസ് വൈ, എക്സ് പ്ലസ് എന്ത് വരും, സ്പേസ് ആട്ടോ, അത് വേറെ പ്രത്യേകിച്ചല്ല, പ്ലസ് ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു എക്സ് കോമ വൈ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, എക്സ് കോമ വൈ, എക്സ് കോമ വൈ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ട് എന്താ വരിക പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 ആണ്, വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് മൈനസാണ്, എക്സ് മൈനസ് മൈനസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എക്സ് മൈനസ് മൈനസ് ആണെന്ന് പറയുമ്പോൾ വൈ എന്തായിട്ടുണ്ട്, ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ആയിട്ടില്ല, അല്ല സോറി, ഫസ്റ്റ് ഡിക്രിമെൻ്റ് ആയിട്ടില്ല. വൈക്ക് പണ്ട് എന്തായിരുന്നോ വാല്യൂ, വൈക്ക് ആദ്യം എന്തായിരുന്നോ വാല്യൂ, ആ വാല്യൂന്നേ ഉള്ളൂ. അത് ആ ഒരു എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താ ഉള്ളൂ, വൈൻ്റെ വാല്യൂ എന്താ ഉള്ളൂ, അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ വൈക്ക് ആദ്യം എന്തായിരുന്നു വാല്യൂ എന്ന് പറഞ്ഞാൽ, വൈക്ക് ആദ്യം എന്തായിരുന്നു എക്സിൻ്റെ വാല്യൂ, വൈ ഈക്വൽ ടു 10 ആയിരാം, വൈ ഈക്വൽ ടു 10. എക്സ് അപ്പം എന്തായിട്ടുണ്ട്, എക്സ് അടുത്തതിൽ എന്തായിട്ടുണ്ട്, എക്സ് മാറി, എക്സ് മൈനസ് മൈനസാണ്. അപ്പോൾ എക്സ് 1 പറഞ്ഞു, അപ്പോൾ എക്സ് എന്ത് വരും, 9 എന്ന് വരും. അപ്പോൾ എന്താ വരിക, 9,10 വരിക, 9,10. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സ് അല്ല അത്, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, കമ്പൈലേഷൻ, ഇൻഹെറിറ്റൻസ്. സിമ്പിളാണ്. ഊപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ഷോർട്സ് ആയിട്ട് ചാനലിലിട്ട് അത് നോക്കുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് ഊപ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. അതിലെന്തുണ്ട്, ക്ലാസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, അല്ലേ? ഓരോന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കമ്പൈലേഷൻ അതിൻ്റെ പാർട്ടല്ല. ഇൻ C++, വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഡൈനാമിക്കലി അലോക്കേറ്റ് മെമ്മറി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും വളരെ ക്ലിയർ ആയിട്ട് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ വരുന്നൊരു സംഗതി ഉണ്ട്. എന്താണ് മെമ്മറി ലീക്ക്? അതായത് ന്യൂ ഓപ്പറേറ്റർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് മെമ്മറി ലീക്ക് കേട്ടോ. മെമ്മറി ലീക്ക് എന്താ, ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞത്. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ എന്താണ് സ്പേസുകൾ അല്ലെങ്കിൽ മെമ്മറി സ്പേസുകൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് മെമ്മറി ലീക്ക്. എന്താണ്, നമുക്ക് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാൻ എന്ത് വേണം, മെമ്മറി സ്പേസ് വേണം. മെമ്മറി എന്താ, ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിക്ക് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അത് കൂടാതെ പറഞ്ഞുതരാം, ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത മെമ്മറി അത് ആവശ്യമില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന സിറ്റുവേഷൻ പറയുന്ന പേരാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നോർമൽ ഫോം എലിമിനേറ്റ്സ് പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? ഏതാ തൊട്ട് മുന്നേ ഇപ്പോൾ നമ്മൾ പഠിച്ചു, പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഏതാ എലിമിനേറ്റ് ചെയ്യുന്നത്? 2NF അല്ലേ? 1NF എന്താ? ഡ്യൂപ്ലിക്കേറ്റിൻ്റെ എലിമിനേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ മൾട്ടി വാല്യൂഡ്. 3NF എന്താ, ട്രാൻസിറ്റീവ് ഫങ്ഷനാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, പാർഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത് 3NF. എ ബൈനറി ട്രീ വിത്ത് n ഇൻറ്റേർണൽ നോഡ്സ് വേർ എവറി ഇൻറ്റേർണൽ നോഡ് ഹാസ് എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉണ്ടാവാം. ഹൗ മെനി ലീഫ് നോഡ്? 2n. Which CPU schedule algorithm gives minimum average waiting time for a given set of process? Minimum average waiting time ആണ് given set of process. SJF ആണ്. What does DNS stands for? DNS, domain name
സിസ്റ്റം അല്ലെങ്കിൽ സെർവർ എന്ന് പറയും കേട്ടോ. ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ സെർവർ. ഡൊമൈൻ നെയിം സെർവർ DNS. ഓക്കെ, ക്ലിയർ. വീണ്ടും വാട്ട് ഈസ് ദ ഔട്ട്പുട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഇൻക്ലൂഡ് stdio സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഹെഡർ ഫയൽ ഇൻക്ലൂഡ് str സ്ട്രിങ്ങിൻ്റെ ആണ്. ഇൻറ്റു മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്യാർ str ഈക്വൽ ടു HELLO. ഓക്കെ, പ്രിൻറ്റ് പെർസെൻറ്റേജ് d strlen str ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ strlen str ആണ് ചോദിച്ചത്. ക്ലിയർ. str എന്ന് പറഞ്ഞാൽ സ്ട്രിങ്, strlen എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ്. എന്താണ്? സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? സ്ട്രിങ് ലെങ്ത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്ട്രിങ് ലെങ്ത്ത്. ഇനി ആരുടെ? strൻ്റെ. str എന്ന് പറഞ്ഞാൽ ആരാ? strൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആരാ? ഹെലോയാണ്. അപ്പോൾ ഹെലോൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഹെലോൻ്റെ ലെങ്ത്ത് എത്ര? 1 2 ഒരു എല്ല് കൂടിപ്പോയി, HELLO ഒക്കെ പറ. 1 2 3 4 5 എത്ര? 5 സ്ട്രിങ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. വിച്ച് ലെയർ ഓഫ് OSI മോഡൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് പാക്കറ്റ് അക്രോസ് നെറ്റ്വർക്ക്? ഏത് ലെയറാണ് റൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്? നെറ്റ്വർക്ക് ലെയറാണ് കേട്ടോ. OSI മോഡലായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് മുന്നത്തെ പാർട്ടിൽ. നോക്കാം. വിച്ച് ട്രീ ട്രാവേഴ്സൽ വിസിറ്റ് ദ റൂട്ട് നോഡ് ഫസ്റ്റ്? റൂട്ട് നോഡിന് ആദ്യം പോകുന്ന ഏതാ? റൂട്ട് നോഡിനെ ആദ്യം പോയി വിസിറ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഓർഡറാണ്. ട്രാവേഴ്സലാണ് കേട്ടോ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാം. വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മാക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒറാക്കിൾ അല്ല. ദ ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ക്വിക്സോർട്ടിൻ്റെ ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വീണ്ടും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. ON log n ആണ്. ഓക്കെ, ക്ലിയർ. എന്താണ്? വിച്ച് കീവേഡ് ഇൻ ജാവ ഈസ് യൂസ് ടു പ്രിവെൻറ്റ് എ മെത്തേഡ് ഫ്രം ബീങ് ഓവർ റിട്ടൺ ഇൻ എ സബ് ക്ലാസ്? ബീങ് ഓവർ റിട്ടൺ ഇൻ എ സബ് ക്ലാസ് ഏതാണ്? ഫൈനലാണ്. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു അസൈൻ IP അഡ്രസ് ഡൈനാമിക്കലി ടു ഡിവൈസ് ഇൻ എ നെറ്റ്വർക്ക്? അതേത് പ്രോട്ടോക്കോളാണ്? അത് DHCP കേട്ടോ, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ DHCP ആണ്. ക്ലിയർ. വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ്? ഈ ഔട്ട്പുട്ട് വെച്ച് എത്രാമത്തെ തൊട്ടാണ് നോക്കട്ടോ. അതായത് മെയിനായിട്ട് ഏതൊരു CS-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതും വലിയ ഔട്ട്പുട്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ പ്രോഗ്രാമിൽ വരെ ഉണ്ടായിരിക്കും, കുത്ത് കോമ ഉണ്ടാവില്ല, കേളി ബ്രാക്കറ്റ് തുറന്ന് അടച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇനി അതൊന്നും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് വരിക. ഓക്കെ, നോക്കാം. ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ കേളി ബ്രാക്കറ്റ് തുറന്നു അടച്ചു. ഓക്കെ, റിട്ടേൺ 0 ഉണ്ട്, ഇൻറ്റു മെയിൻ ഉണ്ട്. അറേയിനകത്ത് എന്തൊക്കെയുണ്ട്? 10 20 30 40 50 ആണ് അറേയിൽ. കൗണ്ട് STR ARR അറേയാണ്, +2 ആണ് പറഞ്ഞിട്ടുള്ളത്. +2. ഓക്കെ, സോറി, കൗണ്ട് എന്ന് പറഞ്ഞാൽ Cout ആട്ടോ. Cout +2 പൊസിഷനിൽ നിൽക്കുന്നതാരാ? 0 1 2 3 4 0 എന്നല്ല തുടങ്ങുക. 2-ലാരാ നിൽക്കുന്നത്? 30 ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. ലീനിയർ ഏതാ? ട്രീ ആണ്. അറേ എന്ന് പറയുന്ന ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ടു എന്താണ്? ഡിറ്റക്ട് ഡെഡ്ലോക്ക് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡെഡ്ലോക്ക് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? അത് RAG എന്ന് പറയും. RAG റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫാണ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ബാങ്കേഴ്സ് അൽഗോരിതം ഉണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മുന്നേ ഉണ്ട്, ബാങ്കേഴ്സ് അൽഗോരിതം. മുന്നത്തെ ക്വസ്റ്റ്യനിലുണ്ടാവും, നോക്കുക.
വിച്ച് പ്രോട്ടോക്കോൾ ഈസ് യൂസ് ടു സെക്യൂർ വെബ് കമ്മ്യൂണിക്കേഷൻ? വെബ് കണക്ഷൻ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന HTTPS ആണ്. HTTPS എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ ആണ്. ഇതിൻ്റെയൊക്കെ നമ്മൾ പറയുന്നതാണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. എന്താണ് FTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഇനി FTP കഴിഞ്ഞു. എന്താണ് അടുത്തത്? SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും മറ്റേതെന്താണ് സെക്യൂറും. ഇൻ ജാവ വിച്ച് ഈസ് ദി പാരന്റ് ക്ലാസ്? എന്താണ് വിച്ച് ഈസ് ദി പാരന്റ് ക്ലാസ് ഈസ് ഓൾ ക്ലാസ്? എല്ലാ ക്ലാസ്സിൻ്റെയും പാരന്റ് ക്ലാസ് എന്ന് പറയുന്ന ആരാ? അത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോർട്ടിംഗ് അൽഗോരിതം ഈസ് സ്റ്റേബിൾ? ഏത് സോർട്ടിംഗ് അൽഗോരിതമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്? മെർജ് സോർട്ടാണ്. ഇൻ എ മാക്സ് ഹീപ്പ് ദ റൂട്ട് നോഡ് ആൾവേസ് കണ്ടെയ്ൻസ്. മാക്സ് ഹീപ്പിൽ എന്താ ലാർജസ്റ്റ് എലമെൻ്റ് ഉണ്ടാവുക റൂട്ട് നോഡിൽ? ഓക്കെ, ഇൻ സി വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഡിക്ലെയറിങ് എ വേരിയബിൾ ആസ് സ്റ്റാറ്റിക് ഇൻസൈഡ് എ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷനകത്ത് സ്റ്റാറ്റിക് ആയിട്ട് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ എന്താ ഉണ്ടാവുക? ആ വേരിയബിളിൻ്റെ വാല്യൂ പിന്നെ എന്ത് ചെയ്യില്ല, ചേഞ്ച് ആവില്ല. ഇറ്റ് പ്രിസർവ് ദ വേരിയബിൾസ് വാല്യൂസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തൊന്നും ആ വാല്യൂവിന് എന്ത് ഉണ്ടാവില്ല, സ്റ്റാറ്റിക് ആയിരിക്കും, അത് ചേഞ്ച് ഉണ്ടാവില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ആക്സസ് മോഡിഫയർ ഇൻ ജാവ? പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് ഏതാ? ഇൻറ്റേർണൽ ആണ്. ഓക്കെ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം എന്ന് ചോദിച്ചത്. ജാവ സ്നിപ്പെറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ജാവ സ്നിപ്പെറ്റാണ്. അതിൻ്റെ ബൈനറിയിലേക്ക് നമുക്ക് മാറ്റണം. 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? എങ്ങനെ 5 എഴുതാം? 4 ഇത് 5 ആയില്ലേ? 3 എങ്ങനെ എഴുതാം? 2 1 3 അല്ലേ? ഓക്കെ, ഇനി ഇതിനെ നമ്മളെന്ത് ചെയ്യണം? മാറ്റി എഴുതണം. എങ്ങനെ വരും? 1 1 ആണെങ്കിൽ 1 വരും. 0 0 ഒക്കെ ആണെങ്കിൽ 0 തന്നെ. അപ്പോൾ 1 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0. ഇതിൻ്റെ തിരിച്ച് ഇതിനെ ഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? 1 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 1 തന്നെ വരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രീഡി അൽഗോരിതം? ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത് ഡിജിക്സ്ട്രാസ് അൽഗോരിതം. എന്താണ് ഡിജിക്സ്ട്രാസ് അൽഗോരിതം? ഡിജിക്സ്ട്രാസ് ഷോർട്ട് പാത്ത് ആണ് ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് എ പ്രോഗ്രാം ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ സൈസ്ഡ് ബ്ലോക്ക്? ഈക്വൽ സൈസ്ഡ് ബ്ലോക്ക് ഏതാ? പേജിങ് ആണത്. പേജിങ് ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് വേ ടു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് ഇൻ C++? കോൺസ്റ്റൻറ്റിന് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാം? ഓക്കെ, ഡിഫൈൻ കോൺസ്റ്റ് പൈ 3.14 കോൺസ്റ്റൻറ്റ് ഇൻറ്റ് പൈ ഈക്വൽ ടു 3.14 കോൺസ്റ്റ് പൈ ഇൻറ്റ് ഈക്വൽ ടു 3.14 ഇൻറ്റ് കോൺസ്റ്റ് ഈക്വൽ ടു അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ മതി. 3.5 എന്ന് ഡിക്ലെയർ ചെയ്താൽ മതി. കോൺസ്റ്റ് ഈക്വൽ ടു 3.5. ഓക്കെ,